തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തും അതിന് കുറെ നാളുകളായി മലപ്പുറത്തെ കുറിച്ച് മുസ്ലിം വിരോധവും നിരന്തരമായി പറയുകയാണ് വെള്ളാപ്പള്ളി. അത്തരം പ്രസ്താവനകളോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞല്ലോ സംഘടനകളോടാണ്. ചില സംഘടനകൾ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമോ? മുഴുവനാകുമോ? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലീഗിലുള്ള ആളുകൾ അങ്ങനെ ധരിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് NSS യോഗം ചേരാൻ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവുക നമ്മുടെ ഭാഗത്ത്? അതില്ല, അത് തീരുമാനിച്ചില്ല. ഞാൻ ഇപ്പം അത് ഇതിൻ്റെ അറിയട്ടെ. അദ്ദേഹം 21-ാം തീയതി ചേർന്ന് ഒരഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ആവശ്യപ്പെടുകയോ ചെയ്യട്ടെ. ചാനലിൽ കൂടെ ഉണ്ടായതല്ലേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ഐക്യ ആഹ്വാനം വരുന്നു. അത് രാഷ്ട്രീയം കൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാനാണ്. ഇല്ല, സമദൂരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമദൂരമാണ്. ഞങ്ങളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരമാണ്. ഞങ്ങളൊരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. പക്ഷെ അവരുടെ കൈനിരിപ്പ് കൊണ്ട് ഞങ്ങളുടെ തീരുമാനം ചിലപ്പോൾ അവർക്ക് തിരിച്ചടിയാകുന്നു. ഞങ്ങളാരും ഒന്നിനും പോക്കുന്നില്ല. ഈ സതീശനെതിരെയാണ് ഇപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ ഒരുമിക്കുന്നത്. ആ സതീശൻ വിഷയത്തിലാണ്. അതിലൊരു രാഷ്ട്രീയം പുറമേ നിൽക്കുന്നവർക്ക് കാണത്തില്ലേ? കാരണം സതീശൻ ഇത്തരത്തിൽ വർഗീയതകളോട് കൂട്ടുകൂടില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് NSSഉം SNDP നേതൃത്വവും ഒരുമിക്കാനുള്ള ഒരേ തരത്തിൽ സതീശനെതിരെ വിമർശനം ഉന്നയിക്കും. കോൺഗ്രസ്സുകാരെ നിശ്ചയിക്കേണ്ട കാര്യം ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ചാടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അത് ശരിയാണ്. ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. കാറിൽ കയറ്റിയ വിവാദമാണല്ലോ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയത്. ഇന്നലെ തങ്ങൾ അത് ഫോണിലൂടെ പ്രതികരിച്ചു. അതൊക്കെ വളരെ ബാലിശമാണ് സാർ. കാറിൽ കയറ്റി എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാറിൽ ഈ പറയുന്നത് ഈ പറയുന്നവരെ അവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് സ്വന്തം കാറിൽ കയറി നടന്ന ആളിനോടാണ് ഇത് പറയുന്നത്. അങ്ങനെയൊന്നും അതൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും